നടൻ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരിയുടെ വിയോഗത്തിൽ അനുശോചനമറിയിക്കാനെത്തി നടൻ മമ്മൂട്ടി. കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു ശാന്തകുമാരി അമ്മയുടെ മരണം സംഭവിച്ചത്. പ്രിയ സുഹൃത്തിനെ ആശ്വസിപ്പിക്കാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനും തിരക്കുകൾ മാറ്റിവെച്ച് നടൻ മമ്മൂട്ടി എത്തുകയായിരുന്നു. ദീർഘനേരം മോഹൻലാലിനോടൊപ്പം സമയം ചിലവഴിച്ച അദ്ദേഹം മറ്റു ബന്ധുക്കളെയും ആശ്വസിപ്പിച്ചു. രമേഷ് പിഷാരടി, ആൻഡോ ജോസഫ്, ജോർജ്, ഹൈബി ഈഡൻ എന്നിവരും മമ്മൂട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു. 90ാമത്തെ വയസ്സിലാണ് ശാന്തകുമാരി അമ്മ ലോകത്തോട് വിട പറഞ്ഞത്. മുൻ നിയമസഭാ സെക്രട്ടറിയായിരുന്ന പരേതനായ വിശ്വനാഥൻ നായരാണ് ഭർത്താവ്. പരേതനായ പ്യാരിലാലാണ് മറ്റൊരു മകൻ. പക്ഷാഘാതത്തെ തുടർന്ന് ഏറെക്കാലമായി കിടപ്പിലായിരുന്നു ശാന്തകുമാരി അമ്മ. ശാന്തകുമാരി അമ്മയുടെ 89ാം പിറന്നാൾ ദിനത്തിൽ എളമക്കരയിലെ വീട്ടിൽ വലിയ ആഘോഷം നടന്നിരുന്നു. അമ്മയോട് വലിയ ആത്മബന്ധം മോഹൻലാലിനുണ്ടായിരുന്നു. അമ്മ കിടപ്പിലായത് അദ്ദേഹത്തെ ഏറെ വിഷമിപ്പിച്ചൊരു കാര്യം തന്നെയായിരുന്നു. മോഹൻലാലിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ മമ്മൂട്ടി എത്തിയത് ആരാധകരെയും വികാരഭരിതരാക്കി. പകരം വെക്കാനില്ലാത്ത സൂപ്പർ താരങ്ങളായ ഇവരുടെ സൗഹൃദത്തിൽ ഒരിക്കലും കോട്ടം വന്നിട്ടില്ല. സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഇവർ ഒരുമിച്ച് നിന്നു. മമ്മൂട്ടി അസുഖബാധിതനായപ്പോൾ മോഹൻലാൽ ഇദ്ദേഹത്തിന് വേണ്ടി ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയിരുന്നു. സിനിമാ രംഗത്തെ നിരവധി പേർ ഇതിനോടകം മോഹൻലാലിൻ്റെ വസതിയിലെത്തി അമ്മയ്ക്ക് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ സ്ഥാനത്തിരുന്ന അമ്മയെ പ്രണാമം. അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി എന്നാണ് മേജർ രവി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. സ്നേഹനിധിയായ അമ്മയുടെ വാത്സല്യം നുകരാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു മുകേഷിൻ്റെ പ്രതികരണം. ബി ഉണ്ണികൃഷ്ണനും വൈകാരികമായിട്ടാണ് അനുശോചനങ്ങൾ അറിയിച്ചത്. അവർ എൻ്റെ മൂത്ത സഹോദരി കൂടിയായിരുന്നു. തിരുവനന്തപുരത്തെ എൻ്റെ കോളേജ് പഠനകാലത്ത് അവർ എനിക്ക് ചൊരിഞ്ഞു തന്ന സ്നേഹവും കരുതലും ഒരിക്കലും മറക്കാനാകില്ല. ലോകത്തിന് മഹാനായ ഒരു കലാകാരനെയാണ് അവർ സമ്മാനിച്ചത്. അതിലുപരി അതുല്യനായ ഒരു മനുഷ്യനെ കൂടി വളർത്തിയെടുത്തു. ലാൽ സാർ, അമ്മയുടെ സ്നേഹം താങ്കളുടെ ഓരോ ചുവടുവയ്പിലും പ്രതിധ്വനിക്കും. ഈ വലിയ ദുഃഖത്തിൽ താങ്കൾക്കൊപ്പം പങ്കുചേരുന്നു എന്നാണ്. മോഹൻലാൽ കുടുംബസമേതം ചെന്നൈയിലാണ് താമസം. എന്നിരുന്നാലും ഷൂട്ടിനും യാത്രകൾക്കും ഇടയിൽ സമയം കണ്ടെത്തി അമ്മയെ കാണാനായി നടൻ എത്താറുണ്ടായിരുന്നു. വർഷങ്ങളായി ചികിത്സാർത്ഥമാണ് അമ്മയെ എളമക്കരയിലെ ശ്രീ ഗണേശം എന്ന വീട്ടിൽ മോഹൻലാൽ താമസിപ്പിച്ചിരുന്നത്. ഡിസംബർ 30-ാം തീയതി ഉച്ചയ്ക്കാണ് അമ്മയുടെ മരണം സ്ഥിരീകരിച്ചത്. അതിനു മുമ്പ് തിരുവനന്തപുരത്തായിരുന്നു ശാന്തകുമാരി അമ്മ താമസിച്ചിരുന്നത്. പിന്നീട് ചികിത്സയ്ക്കുള്ള സൗകര്യാർത്ഥമാണ് മോഹൻലാൽ അമ്മയെ എറണാകുളത്തേക്ക് മാറ്റിയത്. മരണസമയത്തും നടൻ അമ്മയ്ക്ക് അരികിൽ തന്നെ ഉണ്ടായിരുന്നു. മറ്റെല്ലാവരും എത്തിച്ചേർന്ന് കഴിഞ്ഞു. മറ്റ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നടൻ്റെ അച്ഛൻ്റെ വിശ്വനാഥൻ നായരും സഹോദരൻ പ്യാരിലാലുമെല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ്. അതിനാൽ അമ്മയുടെ സംസ്കാര ചടങ്ങുകളും നടൻ തിരുവനന്തപുരത്തായിരിക്കും നടത്തുക എന്നാണ് റിപ്പോർട്ടുകൾ. വർഷത്തിലേറെയായി അമ്മ വിവിധ അസുഖങ്ങൾ മൂലം ചികിത്സയിലാണ്. ഏത് സമയത്തും എവിടെ പോയാലും അമ്മയുമായി ദിവസവും മോഹൻലാൽ സംസാരിക്കാറുണ്ട്. എല്ലാ ദൂരയാത്രകൾക്ക് ശേഷവും അമ്മയെ കാണാനായി നടൻ എത്താറുണ്ട്. എത്ര ദൂരത്താണെങ്കിലും തൻ്റെ ശബ്ദമൊന്ന് മാറിയാൽ പോലും അമ്മ തിരിച്ചറിയുമെന്ന് നടൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും വേണ്ട ചികിത്സകളെല്ലാം തന്നെ നടൻ നടത്തിയിട്ടുണ്ട്. വളരെയധികം ഭാഗ്യം ചെയ്തൊരു മകനാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു പ്രായം കഴിഞ്ഞാൽ സ്ത്രീകൾക്കെല്ലാവർക്കും എൻ്റെ അമ്മയുടെ മുഖം തന്നെയാണെന്ന്. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും അമ്മമാരായി മാറും. എൻ്റെ അമ്മയായി മാറും ഈ മുന്നിലിരിക്കുന്നവരെല്ലാം. ഞാൻ എൻ്റെ അമ്മയെ കാണുന്നു എന്നാണ് മുമ്പ് ആദരവോടെ അമ്മയ്ക്ക് എന്ന പരിപാടിയിൽ തൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കവേ മോഹൻലാൽ. ഈ വേർപാട് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഹൃദയം തകർന്നു നിൽക്കുന്ന നടൻ മോഹൻലാലിനെ ആശ്വസിപ്പിക്കാൻ നടൻ മമ്മൂട്ടി അടക്കം നിരവധി പേരാണ് എത്തിച്ചേർന്നത്. നിരവധി പേരാണ് ശാന്തകുമാരി അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചത്.